Hello future doctors, welcome to our channel Neat and G. നമ്മൾ പറഞ്ഞിരുന്ന പോലെ പാർട്ട് 4 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ഇതിന് മുമ്പ് ചെയ്ത 3 വീഡിയോസ് കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം സമയം വൈകിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട്. Which of the following statement is not valid for ozoacids of phosphorus? Ozoacids of phosphorusൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രിപ്പറേഷൻ്റെ ഇത് തൽക്കാലം നോക്കണ്ടാന്ന് അല്ലേ. അതുകൊണ്ട് ഈ ഓപ്ഷൻ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ബി ഓപ്ഷൻ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ഈസ് ഡൈപ്രോട്ടിക് ആസിഡ്. അപ്പോൾ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുന്നത് ഏത് ആസിഡാണ്? ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? H3PO2 ആണ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് അല്ലേ. H3PO2 ആണ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? സ്ട്രക്ചർ വരുന്നത് P ഡബിൾ ബോണ്ട് 3 ബോണ്ട് കൊടുത്തു, പിന്നെ എങ്ങനെയാണ് പിന്നെ H കൊടുത്തു, ദെൻ ഇനി ഓരോ ബാക്കിയുള്ളത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഏത്? ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് അല്ലേ. ഇത് ഡൈപ്രോട്ടിക് ആണോ? ഡൈപ്രോട്ടിക് ആവണമെങ്കിൽ 2 POH ബോണ്ട് വേണ്ടേ. അപ്പോൾ ഡൈപ്രോട്ടിക് ആസിഡ് അല്ല, ഇത് മോണോപ്രോട്ടിക് ആസിഡ് ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അവിടുത്തെ മിസ്റ്റേക്ക്. ഓക്കെ, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് മിസ്റ്റേക്ക്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഡൈപ്രോട്ടിക് അല്ല, ഇത് മോണോപ്രോട്ടിക് ആസിഡ് ആണ്. ഓക്കെ, ഇനി സി നോക്കാം. ആൾ ഓസോ ആസിഡ്സ് കണ്ടെയ്ൻ ടെട്രാഹെഡ്രൽ 4 കോർഡിനേറ്റഡ് ഫോസ്ഫറസ്. എല്ലാ ഓസോ ആസിഡ്സിലും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള 4 ഫോസ്ഫറസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെ സ്ട്രക്ചേഴ്സ് വരുന്നത്. എല്ലാത്തിലും 4 കോർഡിനേറ്റഡ് ഫോസ്ഫറസ് ബോണ്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. നമ്മൾ നേരത്തെ വീഡിയോസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഡി ഓപ്ഷൻ നോക്കുവാണെങ്കിലും ആൾ ഓസോ ആസിഡ്സ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 P ഡബിൾ ബോണ്ട് യൂണിറ്റ് ആൻഡ് 1 POH ഗ്രൂപ്പ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ബി ഓപ്ഷനാണ്. പിന്നെ എ ഓപ്ഷൻ നമ്മൾ നിർത്തി വയ്ക്കാൻ പറഞ്ഞായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എ ഓപ്ഷൻ പ്രിപ്പറേഷൻ്റെ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേണ്ട. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ തന്നെ ഉത്തരം കിട്ടിയല്ലോ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അത് പഠിച്ചു വെക്കാം. ഞാൻ പറയില്ല പഠിക്കണമെന്ന്, പക്ഷേ എല്ലാം പഠിച്ചിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രോങ് റെഡ്യൂസിങ് ബിഹേവിയർ ഓഫ് H3PO2 ഈസ് ഡ്യൂ ടു. H3PO2ൻ്റെ സ്ട്രോങ് റെഡ്യൂസിങ് ബിഹേവിയറിന് കാരണം ഏതെന്നാണ് അടുത്ത ചോദ്യം വന്നേക്കുന്നത് അല്ലേ. അപ്പം റെഡ്യൂസിങ് ബിഹേവിയറിന് കാരണമായിട്ടുള്ള ആരാണ്? PH ബോണ്ടാണ് റെഡ്യൂസിങ് ബിഹേവിയറിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ H3PO2ൽ എത്ര PH ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ നമുക്കിന് ഉത്തരം കിട്ടുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രസൻസ് ഓഫ് 1 OH ഗ്രൂപ്പ് ആൻഡ് 2 PH ബോണ്ട്. ഓക്കെ, കറക്റ്റാണല്ലോ. 2 PH ബോണ്ട് ഉള്ളതുകൊണ്ട് നല്ല റെഡ്യൂസിങ് ബിഹേവിയർ കറക്റ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കറക്റ്റാണ്. ഇത് തന്നെയാണ് ഉത്തരം വരുന്നത്. പിന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ബാക്കി ഓപ്ഷൻസ് തൽക്കാലം നമുക്കതുകൊണ്ട് നോക്കണ്ട. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം. വിച്ച് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഗിവൺ ആസിഡ്സ്? ഗിവൺ ആസിഡ്സിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്കാം. ഫോസ്ഫെനിക് ആസിഡ് ഈസ് എ മോണോപ്രോട്ടിക് ആസിഡ് വൈൽ ഫോസ്ഫോണിക് ആസിഡ് ഈസ് എ ഡൈപ്രോട്ടിക് ആസിഡ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ 2 പേരുകൾ കേൾക്കുകയാണല്ലേ, ഫോസ്ഫീനിക് ആസിഡും ഫോസ്ഫോണിക് ആസിഡും. ഇത് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്ക് വരുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഫോസ്ഫീനിക് ആസിഡ് ഏതാണെന്ന് ആദ്യം നോക്കാം. ഈ ഫോസ്ഫീനിക് ആസിഡാണ് നമ്മുടെ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. അപ്പോൾ ഹൈപ്പോഫോസ്ഫറസ് ആസിഡാണ് നമ്മുടെ ഏത്? ഫോസ്ഫീനിക് ആസിഡ്. അപ്പോൾ എൻ്റെ ഫോർമുല എങ്ങനെയാണ്? H3PO2. ഇതാണ് നമ്മുടെ ഫോസ്ഫീനിക് ആസിഡ്. ഫോസ്ഫീനിക് ആസിഡാണ് ഇത് നമ്മുടെ ഹൈപ്പോഫോസ്ഫറസ് ആസിഡാണ് ഫോസ്ഫീനിക് ആസിഡ്. അടുത്ത് ഫോസ്ഫോണിക് ആസിഡ്, ഒരു ഐ മാറി O വന്നു. ഓക്കെ, അപ്പം എന്തുവാ? H3PO2ൽ O2 മാറി O3 വന്നു. ഇത്ര ഓർത്താൽ മതി. H3PO3 ആണിത്. ഓക്കെ, H3PO3 ആണ് ഫോസ്ഫോണിക് ആസിഡ്. H3PO2 ആണ് ഏത്? ഫോസ്ഫീനിക് ആസിഡ്. ഓക്കെ, അപ്പം ഇനി എളുപ്പമായല്ലോ. H3PO2 എന്ന് പറഞ്ഞാൽ എന്തുവാ? മോണോപ്രോട്ടിക് ആസിഡ് ആണോ? ഡൈപ്രോട്ടിക് ആസിഡ് ആണോ? ത്രിപ്രോട്ടിക് ആസിഡ് ആണ്. അതിൻ്റെ അകത്ത് എത്ര POH ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ പോരെ അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര POH ബോണ്ടാണ് ഉള്ളത്? ഒരു POH ബോണ്ടാണല്ലേ ഉള്ളത്. ഒരു POH ബോണ്ട് ഉള്ളതുകൊണ്ട് അത് മോണോപ്രോട്ടിക് ആസിഡ്. ഇനി ഫോസ്ഫെനിക് ആസിഡ് ഡൈപ്രോട്ടിക് ആണോ? ഫോസ്ഫെനിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തും H3PO3 അതിൻ്റെ അകത്ത് എത്രയാണ്? ഒരു POH ആണോ ഉള്ളത്? അല്ല, അതിൻ്റെ അകത്ത് 2 POH ബോണ്ട് ഉണ്ട്. അത് ഡൈപ്രോട്ടിക് ആസിഡ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കറക്റ്റ്. ഫോസ്ഫെനിക് ആസിഡ് മോണോപ്രോട്ടിക്കും ആണ്. വെൽ ഫോസ്ഫോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ H3PO3 അത് ഡൈപ്രോട്ടിക്, ദാറ്റ്സ് 2 POH ബോണ്ട് അതിലുണ്ട്. അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്. ഇത് നീറ്റ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. Next, which among the following also acids of phosphorus shows a
ടെൻഡൻസി ഓഫ് ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പോൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഈ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കാണിക്കുന്ന ഏത് ടൈപ്പ് ആയിട്ടുള്ള ഓസ്വാസിസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏകദേശം മധ്യത്തിൽ വരുന്നത്, മീൻസ് കുറവും അല്ല കൂട്ടലും അല്ലാത്ത രീതിയിൽ വരുന്നവരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ഓസ്വാസിസ് ഓഫ് ഫോസ്ഫറസിൻ്റെ. 1 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. +1 എല്ലാം +1 +3 +4 +5 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് +4 അത്ര കോമൺ അല്ല, +1ഉം 3 5 അതൊക്കെയാണ് കൂടുതൽ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 വരുന്നവരാണ് ഏത് കാണിക്കാൻ ചാൻസ് ഉള്ളത്, ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ കാണിക്കാൻ ചാൻസ് ഉള്ളത് ഏത് വരുന്നവരായിരിക്കും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 വരുന്നവരായിരിക്കും. അപ്പം ഈ കൂട്ടത്തിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ഉള്ളവർ ആരാണെന്ന് നോക്കിയാൽ മതി. H3PO2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, അത് +1 ആണ്. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. H3PO2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. H3PO4 നോക്കുവാണെങ്കിൽ ഏതാ, H3PO4 അത് +5 ആണ്. H3PO3 എത്രയാണ്, H3PO3 അത് +3. അപ്പോൾ ഇതാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ ഉത്തരം, ഇതാണ് C ആണ്. എൻ്റെ അകത്ത് +3 ആണ്. അപ്പം +3ക്ക് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്ത് അതിൻ്റെ ഫോസ്ഫറസ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്ത് +5 ആവാം +1 ആവാം. അപ്പം H3PO3 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇനി H4P2O7 എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ സെറ്റ് +5 ആണ്. അപ്പോൾ അതുമല്ല, അതിന് താഴെ തന്നെ പറ്റും, +7 അങ്ങനെയൊന്നും ആയി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്, H3PO3 ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം എന്തുവാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓസ്വാസിസ് ഓഫ് ഫോസ്ഫറസ് ഹാസ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി. ഈ തന്നിട്ടുള്ളതിൽ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ എത്ര pH ബോണ്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ pH ബോണ്ട് ഉള്ള ആരെന്ന് നോക്കിയാൽ മതി. H4P2O7 നോക്കുമ്പം അതിൻ്റെ അകത്ത് എത്ര pH ബോണ്ട് ഉണ്ട്, H4P2O7 നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് pH ബോണ്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ അത് ഒട്ടും റെഡ്യൂസിങ് അല്ല. H4P2O7 ഒട്ടും റെഡ്യൂസിങ് അല്ല. H3PO3 നോക്കുമ്പോഴോ അവിടെ ഒരു pH ബോണ്ടാണുള്ളത്. ഓക്കെ, അത്യാവശ്യം റെഡ്യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എത്ര pH ബോണ്ടാണ്, 0. ഇവിടെ ഒരു pH ബോണ്ടുണ്ട്. ഇനി H3PO2 നോക്കുകയാണെങ്കിൽ അവിടെ 2 pH ബോണ്ടുണ്ട്. ഓക്കെ, ഇവിടെ 2 കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടിയിരിക്കുന്ന H3PO2 ആണ്. ഇനി H3PO4 നോക്കിയാലോ, H3PO4 നോക്കുമ്പോഴും അവിടെ എന്തില്ല, pH ബോണ്ട് ഇല്ല. അപ്പം H3PO3 H3PO2 റെഡ്യൂസിങ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന ആരെന്നാണ് ചോദ്യം. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ആരായിരിക്കും, അപ്പം H3PO2 ആണ്. ഇത് ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് ഈസ് ലോവസ്റ്റ് ഇൻ. ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഈ തന്നിട്ടുള്ള ആസിഡ്സിൽ ഏതാണ് ഏറ്റവും ലോവസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുമ്പോൾ അതേതാണ്, H3PO2 ആണ്. H3PO2 അതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, അതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെ. ഇനി അടുത്ത് ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് നോക്കുമ്പം അതേതാണ്, അത് H3PO3 ആണ്. ഏതാണ്, H3PO3 ആണല്ലേ, H3PO3 ആണ്. H3PO3 ആണ്. അതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇനി അടുത്ത മെറ്റാഫോസ്ഫറസ് ആസിഡ് നോക്കുമ്പം മെറ്റാഫോസ്ഫറസ് ആസിഡിൽ എത്രയാണ്, +5 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെറ്റാഫോസ്ഫറസ് ആസിഡിൽ. ഇനി പൈറോഫോസ്ഫറസ് ആസിഡ് നോക്കുമ്പം അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, പൈറോഫോസ്ഫറസ് ആസിഡ് നോക്കുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, പൈറോഫോസ്ഫറസിൻ്റെ +3 ആണ്. ഓക്കെ, +3 ആണ്. പൈറോഫോസ്ഫറസ് ആസിഡിൻ്റെ ഫോമുല ഏതാ, പൈറോഫോസ്ഫറസ് ആസിഡ് അത് H4P2O5 ആണ് പൈറോഫോസ്ഫറസ് ആസിഡിൻ്റെ ഫോമുല അല്ലേ. അപ്പോൾ ഇവിടെ ചോദ്യം എന്തുവാ, ചോദ്യം എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പർ ഏറ്റവും ലോവസ്റ്റ് ഏതെന്നാണ് ചോദ്യം. അപ്പം എയുടെ എത്രയാണ്, +1 ആണ്. ഓർത്തോഫോസ്ഫറസ് ആസിഡ് വരുമ്പം അത് +3 ആണ്. മെറ്റാഫോസ്ഫറസ് 5 ആണ്, ഇത് +3 ആണ്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ലോവർ ആർക്കാണ്, ഹൈപ്പോക്കാണ്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡിനാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും ലോവർ. ഓക്കെ, ഇതിലൂടെ നമ്മുടെ ഈ വീഡിയോ സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കിൽ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. Have a nice day.